ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അഫ്ഗാനി ചിക്കൻ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി തരിതര പൊടിച്ചതാണ്. 1 നാരങ്ങയുടെ നീര്, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും, 10 പച്ചമുളക്. നമുക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. 50 ഗ്രാം കാഷ്നട്ട്, 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, 1 കപ്പ് തൈര്. 125 ml കപ്പാണിത്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 2-3 മണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കണം. എങ്കിലേ ചിക്കനിൽ എല്ലാം പിടിക്കുകയുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞത് 1/2 മണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഒരു 2-3 മണിക്കൂർ നേരം അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാൻ എടുക്കാം. ഗ്രില്ല് ചെയ്തെടുക്കാനാണ്. അതിനായിട്ട് നമുക്കൊരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മാത്രം അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ്. ഒരു സൈഡ് നന്നായിട്ട് വേവില്ല. ഒരു 5 മിനിറ്റ് നേരം ഒരു സൈഡൊന്ന് മൂത്ത് കിട്ടട്ടെ. ചിക്കൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഗ്രേവി നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. സ്റ്റൗ ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വരും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് 5 മിനിറ്റ്, അത് കഴിഞ്ഞ് മറിച്ചിട്ടതിന് ശേഷം അടുത്ത സൈഡും 5 മിനിറ്റ്. ആ സൈഡും ഇതുപോലൊന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗ്രിൽ ചെയ്ത് നമുക്ക് ഹോട്ടലിലെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കരിക്കട്ട ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അതില്ലെങ്കിൽ നമുക്കൊരു ചിരട്ട എടുത്ത് ഇതുപോലൊന്ന് കത്തിച്ചെടുക്കാം. കത്തിച്ച് അതിൻ്റെ കരി എടുക്കണം. നല്ലതുപോലെ കത്തിയതിന് ശേഷം നമ്മളൊരു ചട്ടിയിലോട്ട് മാറ്റിയാൽ മതി ചിരട്ട. അപ്പോൾ അത് അവിടെ ഇരുന്ന് കത്തി അതിൻ്റെ നല്ലപോലെ അതിൻ്റെ കനൽ വരും. ഇതിൻ്റെ പുക വരുമ്പോൾ അതിന് കറിക്ക് നല്ലൊരു മണമാണ്. ഇപ്പോൾ ഞാൻ ആ കരിക്കട്ട അതിലേക്ക് നമ്മുടെ പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യോ ബട്ടറോ ഏതെങ്കിലും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിൻ്റെ പുക അതിലേക്ക് പിടിച്ച് നല്ലൊരു മണം കിട്ടും. ഇനി ഇത് പുക മാറുന്നതുവരെ അങ്ങനെ അങ്ങ് മാറ്റി വയ്ക്കാം.
ഇനി വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പട്ടയില, ഗ്രാമ്പൂ, 1 ഏലക്ക, 1 തക്കോലം ഇതെല്ലാം കൂടി ഒന്നിട്ട് കൊടുക്കാം. അതൊന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുകയൊക്കെ അതിൻ്റെ മാറിയിട്ടുണ്ട്. നമുക്കതിനെ എടുത്ത് മാറ്റാം. ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്തെങ്കിൽ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിലിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മേത്തി ലീവ്സും കൂടെ നമുക്ക് കൈ കൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. തണുത്തിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ദോശക്കല്ലോ ഏതെങ്കിലും വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നല്ല പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നേരത്തെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാ പേരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.